ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ എന്നോണം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഫെമിനിസ്റ്റ് ചിന്താഗതികളിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. സ്ത്രീകൾക്ക് ശരിയാണ് ഏത് ഉയരത്തിൽ വേണമെങ്കിലും പറക്കാം. അത് പുരുഷനെ അധിക്ഷേപിച്ചും അടിച്ചു താഴ്ത്തിയും അവൻ്റെ അവകാശങ്ങളൊന്നും ഇല്ലാതാക്കിയിട്ട് ഞങ്ങൾക്ക് അവകാശം വേണം എന്ന് പിടിച്ചു വാങ്ങുന്നതല്ല ഒരു ആധിപത്യം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനപ്പുറം സ്ത്രീ എന്നും സ്ത്രീയും പുരുഷൻ എന്നും പുരുഷനും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്ത്രീക്ക് എത്ര വേണമെങ്കിലും പറക്കാം, പക്ഷെ അവൾ സ്ത്രീ തന്നെയാണ്. പുരുഷനും അതെ, പുരുഷൻ എന്നും പുരുഷൻ തന്നെയായിരിക്കും. ഈ ഒരു ചിന്താഗതിയോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ആ രീതിയിലായിരിക്കും ഈ വീഡിയോ ഞാൻ സംസാരിച്ചു. പുരുഷന്മാർക്ക് നേരെ വരുന്ന അനീതിക്ക് നേരെ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തുകയും പുരുഷ കമ്മീഷൻ ഇവിടെ അത്യാവശ്യമാണ്, കേരളത്തിൽ അത്യാവശ്യമാണ് എന്ന് വലിയ വലിയ ന്യൂസ് ചാനൽസിൽ പോയിരുന്ന് വാദിക്കുകയും ചെയ്ത രാഹുൽ ഈശ്വർ ഈ കുമളിയിലെ ഒരു സാധാരണ ബസ് കണ്ടക്ടർ, തൻ്റെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം, ഒറ്റപ്പെടൽ, ഇതൊക്കെ കാരണം, അതിലേറെ മെൻ്റൽ ടോർച്ചറിങ്, ഭാര്യയുടെയും കാമുകൻ്റെയും, ഇതൊക്കെ കാരണം ആത്മഹത്യ ചെയ്തൊരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയെ മുഴുവൻ കണ്ണീരാക്കിയിരിക്കുകയാണ്. അതായത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇത് കണ്ടു. പക്ഷെ രാഹുൽ ഈശ്വർ മാത്രം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഏത് കുമളിയിലെ ബസ് കണ്ടക്ടർ, സാധാരണക്കാരൻ, ഭാര്യയുടെയും കാമുകൻ്റെ നിയമപരമായിട്ട് വിവാഹം ചെയ്ത ഭാര്യ ജോലി ആവശ്യത്തിനായി പുറത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് മറ്റൊരുത്തനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം നിയമപരമായിട്ട് ഭർത്താവായിരുന്ന ഇദ്ദേഹത്തിൻ്റെ, അതും അവളുടെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛനായ ഇദ്ദേഹത്തെ മാനസികമായി ടോർച്ചർ ചെയ്ത് ആത്മഹത്യാ പ്രേരണ കൊടുത്തത് മൂലം ആത്മഹത്യ ചെയ്ത സാധാരണയിൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് മനസ്സിലാകാൻ ബുദ്ധിമുട്ടായിരിക്കും. പാവപ്പെട്ട വീട്ടിലെ ബസ് കണ്ടക്ടറായിരുന്ന ആ യുവാവ് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ഉരിയാടാതെ മറ്റു കാര്യങ്ങളെടുത്ത് സംസാരിക്കുകയും തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം വരികയാണ്. അതിലേറെ ഒരു ചെറിയ സംശയവും, രാഹുൽ ഈശ്വർ ആരുടെയെങ്കിലും കാര്യങ്ങൾ എടുക്കണമെങ്കിൽ, അതായത് പുരുഷന്മാർക്കെതിരെയുള്ള അനീതിക്കെതിരെ സംസാരിക്കുന്നതാണല്ലോ. അപ്പം പുള്ളി ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന കേസസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പൊളിറ്റീഷ്യന്മാരുടെ ആയിരിക്കണം. അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ ആണെങ്കിൽ പുള്ളി എടുക്കും. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും ആയിരിക്കണം. ഈ വിഭാഗത്തിൽ, അതായത് കുറച്ച് ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾക്ക് മാത്രമേ ഇവിടെ പുരുഷ കമ്മീഷൻ പുള്ളിയുടെ ചിന്താഗതിയിൽ ആവശ്യമുള്ളൂ. സാധാരണയിൽ സാധാരണ പുരുഷന്മാർക്ക് തൽക്കാലം പുരുഷ കമ്മീഷൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ഓടുകയോ ചാടുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരു നിലപാട് ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നു പല ഇൻഫ്ലുവൻസേഴ്സും ഈ രാഹുൽ ഈശ്വറിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ കുമളിയിലെ ബസ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കേരളം ഒന്നടങ്കം വളരെ വളരെ വിഷമത്തോടു കൂടി പ്രതികരിക്കുന്നത്. അത് കമൻറ്റ് സെക്ഷനിലൂടെ ആണെങ്കിൽ പോലും, അതല്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ആളുകൾ തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ആ ഭാര്യയെ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യുക. അവൾ എന്ത് മെസ്സേജാണ് അയച്ചത്? ഒരു പുരുഷൻ അവൻ്റെ ജീവിതം തുലയ്ക്കാൻ പാകത്തിന് ഇവർക്കിടയിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല എന്ന് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമുക്കൊക്കെ അദ്ദേഹത്തെ മനസ്സിലാകും. കാര്യം എന്താണെന്നറിയാം, ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിക്കും, പിന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പിന്നെ അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം നടന്നില്ല എന്ന് നിനക്ക്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യില്ല. മനസ്സിലായില്ലേ? വളരെ നിസ്സഹായതയോടുകൂടി, അതായത് ആർക്കാണ് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തത്, ഇഷ്ടമില്ലാത്തത്? അങ്ങേയറ്റം നമുക്ക് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന, ഇനിയിപ്പോൾ അത് എന്ത് പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിലാണെങ്കിലും ഈ ഭൂമി വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല ഈ സ്ഥലത്തേക്കെന്ന് മനസ്സിലാകാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? അപ്പോൾ ഒരു ഗതിയുമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള മെൻ്റൽ ടോർച്ചറിങ് കുറച്ച് നാളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എസ്പെഷ്യലി ആ കുഞ്ഞിനെയും കൂടി വലിച്ചെടുത്തുകൊണ്ട് പോയി. ഞാൻ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്? എന്താ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാര്യം? നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് പേർ നമ്മളെ കേൾക്കും. പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി വന്നില്ലെങ്കിലും ഒരു സാധാരണ നടപടിയെങ്കിലും ഉണ്ടാവണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ സംസാരിച്ചാൽ ആ ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ സംസാരിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതല്ല, അതായത് ജനവികാരത്തെ നമുക്ക് കുറച്ച് ഉണർത്താൻ സഹായിക്കും. അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് പോകണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ സംസാരിച്ചേ മതിയാകത്തുള്ളൂ. പക്ഷേ പുരുഷ കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് നേരെയുള്ള അനീതി ഞാൻ പൊറുക്കില്ല, അവർക്ക് വേണ്ടി എന്തും എൻ്റെ കൈസഹായം എന്നും ഉണ്ടാകും എന്ന് ഉള്ള മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ പോയത് ഡിബേറ്റിൻ്റെ ഇടയിലൊക്കെ വാദിച്ച് ഇങ്ങനെ സമര നേതാവിനെ പോലെ പ്രസംഗിക്കുന്ന ഘോരം പ്രസംഗിക്കുന്ന രാഹുൽ ഈശ്വർ
ഇതൊരു ബസ് കണ്ടക്ടർ ആയതുകൊണ്ടായിരിക്കുമോ ഈ കാര്യം ശ്രദ്ധിക്കുക പോലും ചെയ്യാത്തത്? പാവപ്പെട്ട ഒരു മനുഷ്യനായതുകൊണ്ടായിരിക്കുമോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയത്? അതോ ഇതൊരു നാറ്റ കേസാണെന്ന് രാഹുൽ ഈശ്വറിന് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ ഇത്ര നാളും ഇങ്ങനെ നട്ടല് നിവർത്തി ഉറക്കെ സംസാരിച്ചതും നമുക്കൊക്കെ തോന്നും അതൊക്കെ ആരോപണമാണെന്ന്. പക്ഷെ ആരോപണമാണെങ്കിൽ കൂടി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നാറ്റ കേസുകളായിരുന്നുവല്ലോ. അതിലും താഴെയാണോ ഇത്? ഇത് നിയമപരമായിട്ട് വിവാഹം ചെയ്ത ഭാര്യ ഭർത്താവ്. അതിൽ ഭർത്താവിനെ വളരെ മോശമായ രീതിയിൽ ദുരുപയോഗം ചെയ്തു. അവൾക്ക് വേണമെങ്കിൽ അവൾ ആ കുഞ്ഞിനെ അവൾക്ക് കൊണ്ടുപോകാമായിരുന്നു. കാരണം അവൾക്ക് വ്യക്തമായിട്ട് അറിയാം, അതായത് കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ജോലി നല്ല രീതിയിൽ അവളുടെ പ്രൊഫഷണൽ ലൈഫ് അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവളോടൊന്ന് സെറ്റ് ആകുന്നത് വരെ തൻ്റെ കുഞ്ഞിനെ നോക്കണം ഭർത്താവ്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തെ ഭർത്താവായിട്ട് കൂടെ കൊണ്ടുപോയി. ഒരുവിധം അവൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് സെറ്റിലായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ മറ്റൊരു പങ്കാളിയെ കണ്ടെത്തുകയും ഈ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്നുകിൽ അയാളുമായിട്ട് ബന്ധം അവൾക്ക് ഒഫീഷ്യലി വേർപെടുത്തിയിട്ട് ആ കുഞ്ഞിനെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം, അല്ലേ? ഒന്നുമില്ലാത്തവനെ പോലെ, ഈ ഭൂമിയിൽ ആരുമില്ലാത്തവനെ പോലെ തോന്നലുണ്ടാക്കിയിട്ട്, അതായത് നീ ഒരു പുരുഷനാണോ എന്നുള്ള രീതിയിൽ പോലും ചിന്തയുണ്ടാക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ അയാൾക്ക് ഇട്ടുകൊടുത്തിട്ട് അയാൾ ഈ ഭൂമിയിൽ ഒന്നുമല്ല എന്ന് അയാൾക്ക് തോന്നി അയാൾ അവസാനം ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം നമുക്കൊക്കെയും മനസ്സിലായിട്ടും പുരുഷ കമ്മീഷൻ വേണം, ഇനി ഒരു പുരുഷന്മാരും ഇതുപോലുള്ള ആരോപണങ്ങളിൽ പെട്ട് ജീവൻ കളയരുത്, നാണക്കേട് അനുഭവിക്കരുത്, അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കരുത് എന്നൊക്കെ ഘോരം പ്രസംഗിക്കുന്ന രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ആ ബസ് കണ്ടക്ടറുടെ കാര്യം കേൾക്കുന്നില്ല എന്നുള്ളതല്ല, കേൾക്കാത്ത ഭാവത്തിൽ തിരിഞ്ഞിരിക്കുന്നു. ബസ് കണ്ടക്ടറായിപ്പോയി അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കണം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എങ്കിലും ആയിരിക്കണം. അങ്ങനെയുള്ള കേസേയും ഞാൻ എടുക്കത്തുള്ളൂ എന്ന് ആദ്യമേ ഒരു ആമുഖം അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്കിലും എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഇത് സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, രാഹുൽ ഈശ്വറിൻ്റെ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന പുരുഷന്മാർ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ ആ ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വാർത്ത കണ്ടു, ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ്. ഈ ആത്മഹത്യ ചെയ്ത രഞ്ജീഷ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി സകല നിയമ നടപടിക്കും ഒപ്പം നിൽക്കാൻ ഒരു അഡ്വക്കേറ്റ് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹവും ഏകദേശം ഒരേ ജീവിത ശൈലിയൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. ഒരു സിംഗിൾ പാരൻ്റാണ് പുള്ളിക്കും 8-9 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊരു പ്രത്യാശ വന്നതുപോലെ അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല. ആരും ഇങ്ങനെ അതായത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നമ്മൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് സ്ക്രീൻ ടു സ്ക്രീൻ ആണ്. എന്നെ കാണുന്നവർ സ്ക്രീനിൽ കൂടെ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്ക്രീനിലൂടെയാണ്. അപ്പോൾ സ്ക്രീൻ ടു സ്ക്രീൻ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട്, വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് പല രീതിയിൽ നിങ്ങൾക്ക് ചിന്ത തോന്നും. അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറയുന്നതെങ്കിൽ കൂടെ മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഈ മരിച്ചുപോയ രഞ്ജീഷ് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ചേർത്ത് നിർത്താനും നിയമ നടപടികൾക്ക് ഒപ്പം നിൽക്കാനും ഈ അഡ്വക്കേറ്റിന് പറ്റും എന്ന് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ വന്നു കേട്ടോ. കാരണം അദ്ദേഹത്തിനെങ്കിലും അങ്ങനെ ഒരു മനസാക്ഷി തോന്നിയല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഉച്ചത്തിൽ ശബ്ദമുയർത്തി സംസാരിച്ചാൽ കേൾക്കാൻ പ്രാപ്തിയുള്ളവർ പലപ്പോഴും ന്യായത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുകയും സമൂഹത്തിന് നേരെ നിന്നുകൊണ്ട് ഞാൻ ഒപ്പമുണ്ട്, നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും ഞാൻ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ട്, എൻ്റെ തൊണ്ട അതിനു വേണ്ടിയാണ് എന്ന് ലാപ്ടോപ്പൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ സ്ഥാനം നോക്കിയോ, ഫിനാൻസ് നോക്കിയോ, ഒരാൾ സമൂഹത്തിൽ എന്ത് പദവിയിലിരുന്നോ എന്നുള്ളത് നോക്കിയല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അത് എന്നെങ്കിലുമുള്ള ഒരു സാമാന്യ ബോധമുണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, രാഹുൽ ഈശ്വറിന് സഹായം, അതായത് പുള്ളിക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അത് ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരിക്കണം, അല്ലെങ്കിൽ കിട്ടാതെ പോയ ശബരിമലയെങ്കിലും ആയിരിക്കണം. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ മാത്രമേ രാഹുൽ ഈശ്വർ സംസാരിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മൂക്കിന് തുമ്പത്തുകൂടി പോയാൽ പോലും പുള്ളി കാണാത്ത മട്ടിൽ അങ്ങിരിക്കും എന്നുള്ള ഒരു പ്രത്യേക സാമൂഹിക ജീവിയാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ സകല വീഡിയോസും കാണുന്ന ആളാണ്.
അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലതിലും, അതായത് അദ്ദേഹം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോയിൻറ്റ്സ് മാത്രം ഇങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ എത്തേണ്ടിടത്ത് എത്തിയേനോ ആയിരുന്നു എന്നുള്ള ഒരു നിരാശ കാരണമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. കുഴപ്പമില്ല, ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിലും ഉയരെ നിൽക്കുന്ന ആ ഒരു അഡ്വക്കേറ്റ് ഈ ഒരു ചുമതല കൃത്യമായിട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ദയവ് ചെയ്ത് ഒരാഴ്ച 2 ആഴ്ച ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ പോലെ എല്ലാവരും സംസാരിച്ചിട്ട് ഇത് വിട്ടുകളയാതെ ഇരുന്നാൽ മാത്രം മതിയായിരുന്നു. എന്ന് വെച്ച് എല്ലാവരുടെയും കോണ്ടന്റ് ഇനി 365 ദിവസവും ഇത് തന്നെ ആയിരിക്കണം എന്നുമല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്കെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് അർഹതയുള്ളവർ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു റൂമിലിരുന്ന വീഡിയോ സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് പ്രതികരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് വിവരങ്ങളൊന്നും കിട്ടാൻ എനിക്ക് പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും റീച്ചബിൾ അല്ല. അപ്പം അതിനർഹതപ്പെട്ട ആളുകൾ അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കട്ടെ. പുരുഷന്മാരുടെ വേദന പുരുഷന്മാരെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. പുരുഷന്മാരുടെ വേദന സ്ത്രീകളും കൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് ഹൃദയത്തിൽ ഒരു ലെയറും കൂടെ എക്സ്ട്രാ ഉണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ ഒരു വെറുത്തു, ഒരു മടുപ്പ് എന്ന് തോന്നാതെ ഇരിക്കട്ടെ. കാരണം നിഷ്കളങ്കനായിട്ടുള്ളൊരു യുവാവിന് എല്ലാം നഷ്ടപ്പെട്ടു. അവൻ്റെ ജീവനായിട്ടുള്ള കുഞ്ഞിനെ പിടിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോയതും പോരാഞ്ഞിട്ട് മാനസികമായിട്ട് ടോർച്ചർ ചെയ്ത് മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചു തള്ളിയിട്ട സ്ത്രീയെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യം. നിസ്സാരമാണത്, മനസ്സിലായില്ലേ? പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ ആളുകൾ ഉണ്ടായിരിക്കണം. ശബ്ദമുയർത്താൻ ധൈര്യമുള്ള ആളുകൾ മുന്നോട്ട് വരണം. അങ്ങനെ ധൈര്യമുള്ളൊരു അഡ്വക്കേറ്റാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനത് ചെയ്യാൻ സാധിക്കട്ടെ. ശുഭവാർത്തകൾ ഇനിയും കേൾക്കട്ടെ. ആ ഒരു സംഭവത്തിലൂടെയെങ്കിലും ഇത്തരത്തിൽ ചിന്താഗതിയുള്ള സ്ത്രീയാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അല്പം ഭയത്തോടു കൂടി വിവാഹ ജീവിതത്തെ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹത്തോടു കൂടി വീഡിയോ നിർത്തുകയാണ് കേട്ടോ.